ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് വാങ്ങിയൊരു റൈസ് കുക്കറാണിത്. പക്ഷെ ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഗ്യാസിൻ്റെ ക്ഷാമൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താലോന്ന് വിചാരിച്ചു. ഒരു വെറൈറ്റി റൈസ് ഉണ്ടാക്കാനാണ് ഞാൻ പോകുന്നത്. സോ ബസ്മതി റൈസ് 30 മിനിറ്റ്സ് സോക്ക് ചെയ്തത് ഞാൻ വെള്ളം ചൂടാക്കിയിട്ട് അതിനകത്ത് ഇട്ടിട്ട് സ്വിച്ച് ഓൺ ചെയ്തു. സിമ്പിളാണ്. റൈസ് റെഡി ആക്കാൻ അത് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓഫ് ആയിക്കോളും. സോ നല്ല പെർഫെക്റ്റ് റൈസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ബീട്രൂട്ട് വെറൈറ്റി റൈസാണ്. വെറൈറ്റി റൈസ് ലിസ്റ്റിലുള്ള ബീട്രൂട്ട് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു തമിഴ്നാടൻ ടൈപ്പ് ഒരു ഡിഷാണ്. ആക്ച്വലി എനിക്ക് തമിഴ് വെറൈറ്റി റൈസ് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഞാൻ കോയമ്പത്തൂർ പഠിച്ചുകൊണ്ട് അവിടുത്തെ ഡേ സ്കോളേഴ്സൊക്കെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഓരോ വെറൈറ്റി റൈസ് ഇങ്ങനെ കൊണ്ടുതരും. അപ്പോൾ ഭയങ്കര യമ്മിയായിട്ട് തോന്നും. എന്താ പറയുക, കറിയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കത് കഴിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. എണ്ണ ചൂടാക്കിയതിനകത്ത് ഉള്ളി, അതുപോലെ വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, പിന്നെ കുറച്ച് ഉപ്പ്, റോസ്റ്റഡ് പീനട്ട്, വേണമെങ്കിൽ നമുക്ക് ഉറുദാൾ പിന്നെ ഡാലൊക്കെ ഇടാം. ഞാനത് ഇട്ടിട്ടില്ല, എനിക്ക് ആക്ച്വലി അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. സോ ഞാൻ അവോയ്ഡ് ചെയ്യും. ഇതൊന്ന് സോട്ടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഗ്രേറ്റഡ് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് പിന്നെ അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു 4 മിനിറ്റ് നമുക്കിത് വേവിക്കാൻ വെക്കണം. എന്നിട്ട് കുറച്ച് സമയം മൂടി വെച്ചാലും മതി. എന്നിട്ട് നമ്മൾ കുറച്ച് കായം അല്ലെങ്കിൽ കായത്തിൻ്റെ പൊടി നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തത് ഒറിജിനൽ കോമ്പൗണ്ടിൻ്റെ കായമാണ്. സോ അത് യൂസ് ചെയ്യാം. അതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് 1 കപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. ആൻഡ് ആക്ച്വലി ഇറ്റ് ഈസ് വെരി യമ്മി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബേസിക്കലി നമുക്ക് ലഞ്ച് ബോക്സൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ.